ആ വീട്ടിൻ്റെ അകത്ത് ഞാൻ ഇനി താമസത്തിനായിട്ട് വരത്തില്ല. 2-3 പോലീസുകാരെയും വിട്ട് അവിടെ ചെന്ന് എൻ്റെ സാധനം എടുക്കാനായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു വീട്ടിൽ. അവിടെ ചെന്നപ്പോഴും ഒരു വിധത്തിൽ ഒന്നും തരൂല, ചേട്ടനെ ഞാൻ കൂടെ താമസിക്കണം, ആ രീതിയിൽ സംസാരിച്ച്. പിന്നെ വാടക വീടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ച്, വീണ്ടും സ്റ്റേഷനിൽ വന്ന് സമ്മതിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മൂത്ത മോന് പനിയും ഛർദിലൊക്കെ ആയിട്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഒരു ദിവസം തന്നെ 5-6 പ്രാവശ്യം കൊണ്ടുപോയിട്ട് കുറവില്ല. അങ്ങനെ അവർ SAT വിട്ടായിരുന്നു. അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എങ്ങനെയോ ചേട്ടൻ അറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് വെച്ച്, നീ ഇത്രയ്ക്ക് ക്രൂരയാണ് കാണിക്കണത്, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ അറിയിക്കണ്ടേ, നിനക്ക് ഇത്രയ്ക്ക് മനസ്സാക്ഷിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ഫോൺ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പിന്നെ വീട്ടിൽ പോയായിരുന്നു. ഞങ്ങൾ ഡിസ്ചാർജ് വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോയി, ചേട്ടൻ്റെ വീട്ടിൽ പോയി കുറേ നേരം കഴിഞ്ഞപ്പം പിന്നെ ഫോൺ വിളിക്കാൻ തുടങ്ങി. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല, നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, വാടക വീട് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഇനി എന്തരായിരുന്നാലും അവിടെ വരില്ല, എൻ്റെ പിള്ളേരെയും തരില്ല, ചേട്ടൻ ഇങ്ങോട്ട് വാ, എനിക്കിവിടെ 10 സെൻറ്റ് പുരയോടൊക്കെ തന്നിട്ടുണ്ടല്ലോ, അവിടെ നമുക്ക് ചെറുതായിട്ടൊരു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കാന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞുങ്ങളോട് വലിയ സ്നേഹമാണോ? എന്തോ കുഞ്ഞുങ്ങളോട് നല്ല സ്നേഹമാണ് എന്ന് പറഞ്ഞു. പിള്ളേരെ അടിക്കോ ഉപദ്രവിക്കോ അങ്ങനൊന്നും ചെയ്യില്ല, അങ്ങനെ ഒരു ഇതുമില്ല. അങ്ങനെ അപ്പോഴും എൻ്റെ വീട്ടിൽ ഇവിടെ താമസത്തിനായിട്ട് വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ SA പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു വാടക വീട് എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാടക വീടെടുത്ത് അവിടെയാണെങ്കിൽ കിണറില്ല, കറണ്ടില്ല, അങ്ങനെ എന്നെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു കിണറോ അങ്ങനെ ഒരു സൗകര്യം കറണ്ടോ ഒന്നും ഇല്ലാത്ത ഒരു വീടെടുത്ത് അമ്മാവിയും ഈ ചേട്ടനും കൂടെ പോയാണ് നോക്കിയെടുക്കുന്നത്. വെള്ളം കോരണമെങ്കിൽ 10 കിലോമീറ്റർ അകലെ പോകണം. 10 കിലോമീറ്റർ അകലെ പോകണം വെള്ളം എടുക്കണമെങ്കിൽ. അത്രയ്ക്ക് ഒരു കുന്ന് പോലെ ഒരു സ്ഥലം അവിടെ. അപ്പോഴും എന്നിട്ട് ഈ ചേട്ടന് മനസ്സ് തോന്നിയില്ല, നടന്നു പോവുമായിരിക്കും, ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായിരുന്നാലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ്. അപ്പോഴേ ഈ ചേട്ടനൊന്നും മനസ്സ് വന്നില്ല, എന്നെ അവിടെ കൊണ്ടുപോയില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചതേ ഉള്ളൂ, അങ്ങനെ കൊണ്ടുപോയില്ല. എന്നിട്ടും പിന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞ്. അങ്ങനെ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, നിനക്ക് കുഞ്ഞുങ്ങളെ വേണ്ടെന്നുണ്ടെങ്കിൽ നീ പോ, കുഞ്ഞുങ്ങളെ ഇനി തരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല ഞാൻ തരൂല എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഇതിങ്ങനെ ചെറുതിലെ ഇങ്ങനെ കണ്ണിന് ശകലം കാഴ്ച കുറവുണ്ടായിരുന്നു. അപ്പം ആ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച്, എൻ്റെ കൊച്ചുങ്ങളിനി നാളൊരു കാലം പറയുമല്ല, എൻ്റെ കൂടെ ജീവിക്കണേക്കാളും അച്ഛൻ്റെ കൂടെ പോയാൽ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു, അമ്മ എന്തിന് ഞങ്ങൾ ആ ഒരു ഇത് ചിന്തിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, ചേട്ടന് ഞാൻ പിള്ളേരെ തരാം, ഞാൻ വരൂല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ്, കുഞ്ഞുങ്ങളുടെ മേലെ യാതൊരു അവകാശവും ഇല്ല എന്ന് നെടുമങ്ങാട് ഒരു വക്കീലിൻ്റെ മുമ്പിൽ വെച്ച് എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ വക്കീലുമായിട്ട് ഈ ചേട്ടനാണെങ്കിൽ നല്ല പരിചയമാണ്. മാഡം, ഈ 2ാമത്തെ കുഞ്ഞിനെ പ്രസവത്തിനായിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് ഇവർ ഒരു കൂട്ടുകാരൻ്റെ കാറും കൊണ്ടാണ് വരുന്നത്. കൊണ്ടാക്കിയിട്ട് വന്ന വഴിക്ക് ഇവർ സിവിലിൽ എന്തോന്നാ കയറി, 3 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, ഈ ചേട്ടനും ഉണ്ടായിരുന്നു. കയറി എന്തോന്നാ മദ്യപിച്ചിട്ട് വന്ന വഴിക്ക് നെടുമങ്ങാട് വെച്ച് ഒരു ബൈക്കിനെ ഇടിച്ചിട്ട് അവിടെ വെച്ച് കൈ കാണിച്ചിട്ട് പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ വണ്ടി കൊണ്ടുപോയിട്ട് ആനാട് കരിങ്കട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നിർത്തിയിട്ടിരുന്ന 13 ഓട്ടോയെ ഇടിച്ച് വണ്ടി അങ്ങ് പോയി. അപ്പോൾ എവിടെ കൊണ്ടിട്ട് ഈ നാട്ടുകാർ പിടിച്ച്. പക്ഷെ ആളുകൾക്കൊന്നും ഒരു ഇത് പരിക്ക് അങ്ങനെ ഒന്നും വന്നില്ല. ഈ ഓട്ടോകളെല്ലാം താറുന്നതേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര പത്രത്തിലൊക്കെ ന്യൂസൊക്കെ ആയിരുന്നു. അങ്ങനെ ഇത് വലിയമല സ്റ്റേഷനിലെ SI പിടിച്ച് അവിടെ കൊണ്ടിട്ടിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ 2-3 ദിവസം എന്തോന്നാ കഴിഞ്ഞാണ് ചേട്ടനെ പിന്നെ ഇറക്കിയത്. പക്ഷെ ശരിക്കും ഇത് ആളുകൾക്കൊന്നും ഇത് പരിക്കൊന്നുമില്ല. അങ്ങനെ ഈ വണ്ടിയുടെ നഷ്ടം അങ്ങനെ എന്തോന്നാ, അങ്ങനെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നെടുമങ്ങാടുള്ള ഒരു രഞ്ജ് വക്കീലുമായിട്ട് ഈ ചേട്ടന് നല്ല ഇതാണ് ഈ കേസിൻ്റെ ഇതുമായിട്ട്. അപ്പോഴും ഈ വക്കീൽ പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുവന്ന് എനിക്കൊരു കൗൺസിലിംഗ് ഒക്കെ തന്ന് ശരിയാക്കി വിടാന്നുള്ള ഇതിൽ ചേട്ടൻ വീട്ടിൽ വന്ന് എന്നെയും കൊച്ചുങ്ങളായിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ വക്കീൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ചേട്ടനായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് ഉപദ്രവം കാരണം ഞാൻ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോഴും മൂത്ത മോൻ ഇളയ കൊച്ചിനെ അച്ഛനും അമ്മ അറിയുന്നുണ്ട്. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പോണ്ട, കേസ് നടക്കല് സ്റ്റേഷനിൽ, അപ്പോഴും അവിടെ എന്തിനാണെന്ന് ഒത്തുതീർപ്പാക്കിയിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു വക്കീലിൻ്റെ അടുത്താണ് എന്നെ കൊണ്ടുപോകുന്നത്,
എന്തോന്നാണ് പറയുന്നതെന്ന് അന്വേഷിച്ചിട്ട് ഞാൻ ഇതാ വരണമെന്നും പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് പോയത്. അങ്ങനെ അവിടെ ചെന്ന് വക്കീൽ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഇളയ കൊച്ചിന് 4 മാസമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ കൊച്ചിനെ നീ പാലുകൂടി മാറാത്ത കൊച്ചിനെ എങ്ങനെ നീ കളഞ്ഞിട്ട് പോകണം? ഞാൻ പറയും സാറേ ഞാൻ കളഞ്ഞിട്ട് പോകുന്നതല്ല, ചേട്ടൻ്റെ കൂടെ ഇത് ഇളയ കൊച്ചിനെങ്കിൽ ഞാൻ നോക്കിയിട്ട് ആ കൊച്ചിന് 5 വയസ്സൊക്കെ ആകുമ്പോൾ ചേട്ടൻ്റെ എല്ലാം ഞാൻ ഏൽപ്പിക്കാം, മൂത്ത കൊച്ചിനെ ഈ ചേട്ടൻ കൊണ്ടുപോട്ടെ. അപ്പോഴേ ചേട്ടൻ കൊച്ചുങ്ങളെ മാത്രമായിട്ട് കൊണ്ടുപോലെ എന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടെ വെച്ച് പറഞ്ഞെല്ലാം ഒത്തുതീർപ്പാക്കി എന്നെ അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദ്രവിക്കാതെ എല്ലാം എഴുതി ഒപ്പിട്ട് അവിടെ വക്കീലിൻ്റെ മുമ്പ് വെച്ച് ഒപ്പിട്ട് പിന്നെ 2-3 ദിവസം ഞങ്ങൾ ഇത് വെട്ടുകാട് അവിടെയാണ് ഇത് റൂം എടുത്ത് അവിടെ താമസിച്ചിട്ട് പിന്നെ പതുക്കെ എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയി, ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മാവി അങ്ങോട്ട് അലയ്ക്കാൻ തുടങ്ങി, എന്നെ കൊണ്ടുവന്നെന്നും പറഞ്ഞ് എന്നിട്ട് അലയ്ക്കാൻ തുടങ്ങി. അപ്പോഴും ആ സമയത്തെല്ലാം ചേട്ടൻ ഒന്നും മൈൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, അവരെന്തൊരു പറഞ്ഞാലും ഇനി ഒന്നും പറയുന്നു ചെയ്യല്ലേ, അവർ കുറച്ച് നേരം കടന്ന് അലച്ചിട്ട് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് പിന്നെ 3-4 മാസത്തോളം ഒരു പ്രശ്നവും ഇല്ല, മദ്യപിക്കാനൊന്നും പോവില്ല, ഇത് സ്വന്തം കാര്യം നോക്കി വെട്ടാനൊക്കെ പോയിട്ട് വന്ന് റോഡിൽ പോയി വല്ല ചായ എല്ലാം കുടിക്കുക, സന്ധ്യയ്ക്കും അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി 5 മിനിറ്റ് ആകുമ്പേ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്ന് പിന്നെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പ്രത്യേകമായി അവരും അമ്മയും പ്രത്യേകമായി ഒരു വീട്ടിൽ തന്നെ 2 കിച്ചണൊക്കെ വെച്ച് കെട്ടി അങ്ങനെ വീടിനെ 2ആയിട്ട് തിരിച്ച് അങ്ങനെ അച്ഛൻ തന്നെ ഇതെല്ലാം ചെയ്യിച്ചത്, ചേട്ടൻ്റെ അച്ഛൻ അങ്ങനെ എല്ലാം നല്ല ഇതായിട്ട് പോയി. അപ്പോൾ പിന്നെ വഴക്കൊന്നും കൂടാൻ പറ്റാത്തതുകൊണ്ട് ഇവർ ചേട്ടൻ ഒന്നും എനിക്ക് വാങ്ങിച്ചു കൊണ്ട് തരണതൊന്നും ഈ അമ്മാവിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് എനിക്ക് ബാത്റൂമിൽ പോയിക്കൂടാ, അവരെ ബാത്റൂമിൽ കയറിക്കൂടാ, അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞ് എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു ഈ അമ്മാവി. അപ്പോഴും ഒരു ദിവസം ഇതേപോലെ തന്നെ രാത്രി പറഞ്ഞ് നീ നിൻ്റെ കൂട്ടുകാരന്മാർക്കെല്ലാം എന്നെ വിറ്റ് പണം ഉണ്ടാക്കിയല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അന്ന് ഈ ചേട്ടൻ അമ്മേനെ അടിക്കാനായിട്ട് പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അടിക്കരുതെന്നും പറഞ്ഞ് ഇനി പിടിച്ചോണ്ട് ഇനി പോന്നു. എന്നിട്ടും ഇങ്ങനെ ജീവിച്ചോണ്ടിരുന്ന സമയത്താണ് ഈ അടുക്കള മാത്രമേ 2 ആക്കിയുള്ളൂ, ബാക്കിയെല്ലാം കോമൺ ആയിട്ട് തന്നെ ഇല്ല അവർക്ക് പ്രത്യേകം ഒരു മുറിയും ഒരു കിച്ചണായിട്ട് കൊടുത്തിട്ട് ആ മുറിയിലോട്ട് കിടക്കണ വാതിലെല്ലാം ഇളക്കി മാറ്റിട്ട് അവിടെ അടച്ച് നമ്മൾ വെളിയിൽ പുറത്തിറങ്ങിയാൽ മാത്രമേ പരസ്പരം കാണാൻ പറ്റുള്ളൂ, ഈ വീടിനകത്ത് വെച്ച് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ആക്കി. അങ്ങനെ പിന്നെ ഒരു ദിവസം രാവിലെ ഇതേപോലെ തന്നെ ചേട്ടൻ ഇറങ്ങി എൻ്റെ അടുത്ത് കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് ഇട്ട് കൊടുത്ത് കുടിച്ചിട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഇതാ പറഞ്ഞ് കാപ്പി ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ കാപ്പി ഉണ്ടാക്കി കൊണ്ടുനിന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു വെളിയിൽ. അങ്ങനെ ഇളയ കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അപ്പോഴും ഒരു കുഞ്ഞാണെങ്കിൽ തപ്പി വെളിയിലോട്ട് ഇറങ്ങും. അപ്പം ഞാൻ മൂത്ത മോൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ അപ്പി വെളിയിലിറങ്ങും, മക്കൾ കതക് ചാരി ഇടന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ അപ്പുറത്തെ സൈഡിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു പൈപ്പിൽ നിന്ന്. അപ്പോൾ വിചാരം ഇവർ അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ കുഞ്ഞ് ചെല്ലുമെന്നും പറഞ്ഞ് കടച്ചിടാൻ പറഞ്ഞെന്ന് പറഞ്ഞ് വഴക്കായി. എന്നിട്ട് പറഞ്ഞു നീ എന്തിനീ. അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, എന്നെ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോന്നും ഞാൻ നിങ്ങളെ ഒന്നിനും ഉപദ്രവിക്കാനോ ഒന്നിനും വരണില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു നീ എന്തിനിങ്ങനെ ഇടന്ന് ഇങ്ങനെ പറയണത്, നീ ഇവിടെ പറഞ്ഞ കുടിയന്മാർക്കെല്ലാം എന്നെ വിറ്റ് നീ പണം ഉണ്ടാക്കിയല്ലേ, നിൻ്റെ മാപ്പിളയും നീയും കൂടെ പണക്കാരനായിട്ട് ജീവിക്കണേന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു. അപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ ഇച്ചിപ്പോൾ ഒരു മണ്ണെണ്ണ ഇരുന്ന് അതിനടുത്ത് തലയിൽ കൂടെ വീഴ്ത്തി ആത്മഹത്യ ശ്രമിച്ചു. പൊള്ളലാണ് കയ്യിലും മുഖത്തുമൊക്കെ കാണുന്നത്. എന്നിട്ട് ഇങ്ങനെ ചെയ്ത ഉടനെ ഞാൻ ഇറങ്ങി വെളിയിൽ ചാടിയായിരുന്നു. എന്നിട്ട് 2013 ജൂലൈ 23-ാം തീയതി. അപ്പൊ ഈ പൊടിക്കൊച്ചുങ്ങൾ എവിടെ ആയിരുന്നു ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമ്പം? മുറിയിലുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കത്തി ഉടനെ ഇറങ്ങി വെളിയിൽ ചാടിയായിരുന്നു. അങ്ങനെ വെളിയിൽ ചാടിയപ്പം ഈ അമ്മാവി ആ പൈപ്പിന്റെ മൂട്ടിൽ തന്നെ ചൂലിട്ട് കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് നീ ചാകാനല്ലേ ചെയ്തത്, ചാകെന്നും പറഞ്ഞ് ഇവർ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്ന്. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തീ ആളി കത്തുന്നത് കണ്ടപ്പോൾ ഞാൻ ഇട്ടിരുന്ന നൈറ്റ് വലിച്ച് കീറിയതാണ് കൈ പൊള്ളിപ്പോയത്. അങ്ങനെ മൂത്ത ചേട്ടൻ്റെ പെണ്ണാണ് വെളിയിൽ എന്തോന്ന് തുണി അലക്കാനായിട്ട് ഇറങ്ങിയപ്പോഴും കണ്ട് അങ്ങനെ അവരാണ് രക്ഷപ്പെടുത്തിയത്. ഉടനെ തന്നെ പിന്നെ ആംബുലൻസിൽ മെഡിക്കലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ എന്ന് വെച്ചാൽ അതിനുള്ള ചികിത്സ അത്രയ്ക്ക് കിട്ടുകയൊന്നുമില്ല, അതുകൊണ്ട് 25-ാം നമ്പർ വാർഡിൽ കൊണ്ടിടാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ചേട്ടന്
ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ എന്നെ അവിടെ നിന്ന് അനന്തപുരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഏകദേശം 23 ദിവസത്തോളം അനന്തപുരി ഹോസ്പിറ്റലിൽ ചികിത്സയായിരുന്നു. അപ്പോൾ ഒരുപാട് ബില്ലൊക്കെ ആയി വന്നപ്പോൾ ബില്ല് താങ്ങാൻ പറ്റാതെയൊക്കെ വന്നപ്പോൾ ഞാൻ തന്നെ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിച്ചു. അപ്പം എന്നിട്ടും ചേട്ടൻ പറഞ്ഞ് 2 ആഴ്ച കൂടി കിടക്ക്, പുരയിടം വിറ്റായാലും നിന്നെ അന്വേഷിക്കുക, നീ കിടക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു മേഡം, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ ഈ മുറിവൊന്നും ഉണങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. അവർ ഓയിൽമെൻറ്റ് അങ്ങനെ ഒന്നും തന്നൊന്നുമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ് നിവിയുടെ ക്രീം അങ്ങനെ വല്ലതും വാങ്ങിച്ച് മുഖത്തിട്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇൻസ്പെക്ഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചേട്ടനാണെങ്കിൽ കുറേ ഡെക്ടോൾ വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു. അപ്പോൾ ഈ ഡെക്ടോൾ വീത്തി മുറിവ് കഴുകിയപ്പോൾ മുറിവെല്ലാം പഴുക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ആരനാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്ത് അവിടെ 10-32 ദിവസം കിടന്നായിരുന്നു. അപ്പം അവിടെ വെച്ച് എല്ലാം മുറിവ് ഉണങ്ങി, നന്നായിട്ട് ഉണങ്ങി. അങ്ങനെയാണ് വിരളെല്ലാം മടങ്ങിപ്പോയത് പഴുക്കാൻ തുടങ്ങിയതിന് ശേഷം. അങ്ങനെ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് അതുവരെയും ചേട്ടൻ നല്ല രീതിയിൽ എല്ലാ കാര്യവും ഹോസ്പിറ്റൽ, ഈ അനന്തപുരി ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം ചേട്ടൻ തന്നെയാണ് പേ ചെയ്തതും എല്ലാം നല്ല ഇതായിട്ട് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മൊഴിയെടുക്കാനായിട്ട് ആരനാട് സ്റ്റേഷനിൽ നിന്നും വന്ന് ഒരു മജിസ്ട്രേറ്റും വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഒരു തെറ്റില്ല, ഈ സംഭവം നടക്കുന്ന സമയത്ത് ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു, ആംബുലൻസൊക്കെ വന്നതിന് ശേഷമാണ് ചേട്ടൻ വരുന്നത്. അപ്പോഴേ എൻ്റെ ചേട്ടൻ്റെ പേരിൽ ഒരു തെറ്റില്ല, അവർ അമ്മാവിയും ഞാനായിട്ട് വഴക്കിട്ടത് ശരി തന്നെയാണ്, എനിക്ക് അവരോട് ഒരു പരാതിയില്ല എന്നിങ്ങനെ എഴുതി കൊടുത്തു വിട്ട്. അങ്ങനെ ഡോക്ടർ തന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, നീ എന്തിനാണ് അങ്ങനെ പറയാൻ പോയത്, ചെറിയ ഇതിൽ എന്തെങ്കിലും ആയും പിന്നീട് നീയല്ലേ ജീവിക്കേണ്ടത്, അതുകൊണ്ട് അങ്ങനെ എന്തിനു പറയാൻ പോയി എന്ന് ചോദിച്ചു. അങ്ങനെ പിന്നെ എനിക്ക് പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കേസൊന്നും ഇല്ലാതെയായി. പിന്നെ ചേട്ടൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങി. പിന്നെ വരെയൊന്നുമില്ല, അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം വരും, വന്ന് പിള്ളേർക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കും, അങ്ങനത്തെ ഒരു ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം. അപ്പോൾ മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങിയപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് ഇനി അവൾക്ക് കുഴപ്പമൊന്നുമില്ല, നീ പിള്ളേരെയും കൊണ്ട് അവളെയും കൊണ്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അപ്പോഴറിഞ്ഞ് നിങ്ങളെ മോളെ ഇനി ഞാൻ കൊണ്ടുപോകുന്നില്ല, എനിക്ക് പിള്ളേരെ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തരായിരുന്നാലും ഇത്രയൊക്കെ ആയല്ല, അവൾ നിൻ്റെ പേരിൽ ഒരു പരാതി, അമ്മയെ എല്ലാവരും നിർബന്ധിച്ചിട്ട് പോലും ഞാൻ പരാതിയൊന്നും കൊടുത്തില്ല, നിന്നെ എത്ര മേലെ അവൾ നോക്കിയല്ല, അതുകൊണ്ട് നീ കൊണ്ടുപോയി നോക്കെന്ന് പറഞ്ഞു. എന്നിട്ടും കൊണ്ടൊന്നും പോയില്ല. അങ്ങനെ 7-8 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേ കൊച്ചുങ്ങളെ വന്ന് ആഴ്ചയിലൊരിക്കൽ വന്ന് 2 പേരെയും കൊണ്ടുപോയി 2-3 ദിവസം അവിടെ നിർത്തിയിട്ട് വീണ്ടും കൊണ്ടാക്കും, അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ പിന്നെ ഈ വിരലുകൾ തമ്മിൽ ചേർന്ന് ഒട്ടി തുടങ്ങി. അപ്പോഴ് എല്ലാവരും പറഞ്ഞ് ഇത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ അതെല്ലാം എൻ്റെ വീട്ടുകാരാണ് എന്നെ കൊണ്ടുപോകുന്നത്, ചെക്കപ്പിനായിട്ട് എല്ലാം കൊണ്ടുപോകുന്നത് എൻ്റെ വീട്ടുകാരാണ്. ഈ ചേട്ടൻ വന്നിട്ടേ ഇല്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോകണതിൻ്റെ തലേ ദിവസം, അഡ്മിറ്റ് ആകാൻ പോകണതിൻ്റെ തലേ ദിവസം ഞാൻ ഇതേപോലെ വിളിച്ച് വന്ന് പറഞ്ഞപ്പോഴേ 2500 രൂപ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് കുഞ്ഞുങ്ങളെ 2 പേരെയും കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നോക്കാൻ വീട്ടിൽ ആരുമില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് 21 ദിവസം ഞാൻ മെഡിക്കലിൽ അവിടെ കിടന്നു. ഈ ഓപ്പറേഷനും ചെയ്തിട്ട് 21 ദിവസം കിടന്നു. ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കിയില്ല വന്നെന്നെ. വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പം പിന്നെ കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് കൊണ്ടാക്കി. അങ്ങനെ പിന്നെ ചിലവിനൊക്കെ എനിക്ക് വരുമ്പോൾ ആഴ്ച തോറും വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കുള്ള ബേക്കറി സാധനങ്ങൾ, പലഹാരങ്ങൾ, പിന്നെ ചിലവിന് പൈസയും തന്നിട്ട് പോകുമായിരുന്നു. അങ്ങനെ മൂത്ത മോന് സ്കൂൾ തുറന്ന സമയത്ത് ഞാൻ അവിടെ ഡേ കെയറിലാക്കി. അതിൻ്റെതെല്ലാം ചേട്ടൻ തന്നെയാണ് ചിലവാക്കിയതെല്ലാം. അങ്ങനെ അങ്ങനെ പോയി അങ്ങനെ കൊണ്ടിരുന്നപ്പോൾ വീട്ടുകാരും ഒന്നും പറഞ്ഞൊന്നുമില്ല. അവിടെ കൊണ്ടുപോയാൽ അമ്മാവിയായിട്ട് ശരിയായി പോകില്ല, അതുകൊണ്ട് ഇവിടെ നിൽക്കട്ടെ, അവൻ വരയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അപ്പോൾ ഒരു ദിവസം ഇതേപോലെ രാവിലെ ചേട്ടനാണെങ്കിൽ ജിമ്മിലെവിടെ പോയിട്ട് അവിടെ വന്ന് രാവിലെ കയറി വന്നിട്ട് മൂത്ത കൊച്ചിനെ ഇളയ കൊച്ചിനെയും കൂടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് നിന്ന്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ തിരുനാൾ ദിവസമായിരുന്നു. അപ്പോൾ ഘോഷയാത്രയൊക്കെ ഉണ്ട്, നല്ല ഫ്ലോട്ടൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, കൊച്ച് ഇത്രയും ദിവസം ആയില്ലേ, ഇന്നാണ് ഘോഷയാത്ര, പിള്ളേർക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അടുത്ത ആഴ്ച വെള്ളിയാഴ്ച വന്ന് ചേട്ടനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിധത്തിൽ ചേട്ടൻ അത് സമ്മതിക്കൂല, അന്ന് എന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ ഞാനും വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വയ്യ, കുഞ്ഞുങ്ങളെ മാത്രം കൊണ്ടുവന്നു. എന്നിട്ട് മൂത്ത കൊച്ചിനെ ബൈക്കിലെടുത്തിരുത്തി കൊണ്ടുപോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അച്ഛൻ വന്നു.
എൻ്റെ അച്ഛൻ വന്നപ്പോഴും പറഞ്ഞു കുഞ്ഞുങ്ങളെ മാത്രം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, കൊണ്ടുപോകണമെങ്കിൽ ദീപയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോഴും എന്നെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ 1-2 പറഞ്ഞ് അവിടെ വെച്ച് അച്ഛനും ചേട്ടനും കൂടെ വീണ്ടും അടിയായി ഞങ്ങളുടെ വീട്ടിൽ വെച്ച്. അങ്ങനെ അടിയായി. മൂത്ത കൊച്ചിനെ എടുത്തുകൊണ്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ പോയി 7-8 ദിവസം കഴിഞ്ഞപ്പോഴും ഒരു പ്രതികരണം ഒന്നുമില്ല, ഫോൺ വിളിയോ അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇതുവരെ കൊച്ചുങ്ങളെ പിരിഞ്ഞങ്ങനെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കങ്ങ് എന്തോ ഒരുമാതിരി ഭയങ്കര ഒരു ഇതായിപ്പോയി. പിന്നെ അങ്ങനെ ഞാൻ ഇളയ കൊച്ചിനെ എടുത്ത് എൻ്റെ തുണിയെല്ലാം കൂടെ എടുത്ത് ഞാൻ ഒരു ഓട്ടോ പിടിച്ച് ചേട്ടൻ്റെ വീട്ടിൽ പോയി. അങ്ങ് പോയി. അവിടെ ചെന്നപ്പോഴും നീ എന്തിനിഞ്ഞ് വന്നത്? ഞങ്ങളിവിടെ സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്, വീണ്ടും എന്നെ ജയിലിൽ കയറ്റാനാണ് നീ വന്നത്, ഇറങ്ങി പോവാനൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇനി ഒരിടവും പോവില്ല, എനിക്ക് അഥവാ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെ ഇവിടെ തന്നിട്ട് എനിക്ക് ഇങ്ങനെ 100 രൂപ വണ്ടി കുലിക്കത്ത ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി ഇങ്ങനെ കഴിഞ്ഞോളാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങി പൊയ്ക്കോണമെന്നും പറഞ്ഞ് കിടന്നലയ്ക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ കുറേ സമയം വരെ മിണ്ടാതെ അവിടെ ഇരുന്നു. എന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴങ്ങ് ഒന്നും പറയാതെ പിന്നെ ഞാൻ അവിടെ നിന്നു. അപ്പോഴും പിറ്റേന്ന് രാവിലെ എണീറ്റ് അടുക്കളയിൽ വേവിക്കാനായിട്ട് കയറിയപ്പോൾ ആ അടുക്കളയിൽ വേവിക്കാനായിട്ട് സമ്മതിച്ചില്ല. വേവിക്കണമെങ്കിൽ അമ്മയുടെ കൂടെ ഒത്ത് വേവിക്കാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ച് ഇനി എന്തരായിരുന്നാലും സമ്മതിക്കില്ലല്ലോ, ഇനി അങ്ങനെ പറഞ്ഞൊരു വഴക്കുണ്ടാക്കണ്ടെന്നും പറഞ്ഞു ഒരുമിച്ച് തന്നെ പിന്നെ പോയതിന് ശേഷം അമ്മയും എല്ലാവരും ഒരുമിച്ച് തന്നെ വേവിച്ച് അങ്ങനെ അങ്ങനെ കഴിക്കുകയെല്ലാം ചെയ്യുമായിരുന്നു. അപ്പോഴും ഞാൻ ചെന്ന് 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പം വീണ്ടും ചേട്ടൻ ട്രാവൽസിൽ വിളിച്ച് ചോദിച്ച് പിന്നെ വണ്ടി ഓടാനായിട്ട് പോകുമായിരുന്നു. അങ്ങനെ വീട്ടിൽ നിൽക്കത്തില്ല, വന്നു കഴിഞ്ഞാലും 1 മണിക്കൂറോ 2 മണിക്കൂറോ നിൽക്കുമ്പോൾ അടുത്ത ഓട്ടം വിളിക്കുകയോ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഷിബു എന്നും പറഞ്ഞ് ജോലിയില്ലാതെ തടത്തിൽ കൂടെ നടക്കുകയായിരുന്നു. നടന്നു പോകുമ്പോഴപ്പോഴും ഈ അമ്മാവി ഓടിക്കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് പറയുന്നു, ഷിബു തടത്തിൽ കൂടെ നടക്കുകയാണ്, ജോലിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും, നീ അവനെയൊന്ന് വിളിച്ച് വീട്ടിൻ്റെ അകത്ത് കയറ്റരുത് എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരക്ഷരവും ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ അയാളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുന്നത്? അല്ല, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഷിബുവിനെ വിളിച്ച് വീട്ടിൽ കയറ്റല്ലെന്ന്. എന്നിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. എന്ന് വെച്ചാൽ അന്ന് ഈ വെന്ത് കിടന്ന സമയത്തും അന്ന് അമ്മാവി ഇങ്ങനെ പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ടും ചേട്ടന് വിശ്വാസമായില്ല. അതുകൊണ്ട് ഇനി ഞാൻ വല്ലതും പറഞ്ഞു കൊടുത്ത് അമ്മയും മോനും കൂടെ തമ്മിൽ വഴക്കാവണ്ടല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ലായിരുന്നു. ഈ സീസണൊക്കെ കഴിഞ്ഞപ്പോൾ വണ്ടി ഓട്ടയില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്നപ്പോൾ പിന്നും കൂട്ടുകാർ കൂടി മദ്യപിക്കാനായിട്ട് തുടങ്ങി. ഈ കൂട്ടുകാരെല്ലാം വീട്ടിൽ വന്നിരുന്നാണ് മാഡം മദ്യപിക്കുന്നത്. ഈ പിള്ളേരും കണ്ടുകൊണ്ട് നിൽക്കും ഇവർ മദ്യപിക്കുന്നതല്ല. അപ്പം ഇവർക്ക് മദ്യപിക്കാനായിട്ട് ടച്ചിങ്ങിനായിട്ടുള്ള സാധനം മൊത്തം എന്നെ കൊണ്ടാണ് ഉണ്ടാക്കിപ്പിക്കുന്നത്. ഉണ്ടാക്കി കൊടുത്തില്ല. ഞാൻ പറയും എന്തോന്ന് ഏട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കണം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെളിയിൽ നിന്നും എല്ലാം വാങ്ങിച്ചുകൊണ്ട്. അപ്പം നീ അല്ലല്ലോ ഉണ്ടാക്കി കൊണ്ട് തരണത്, ഞാൻ പാടോട്ട് വേല ചെയ്തുകൊണ്ട് വരണം, അതുകൊണ്ട് നീ പറഞ്ഞ് അനുസരിച്ചാൽ മതി. ചെയ്തു കൊടുത്തില്ലെങ്കിൽ അപ്പോഴും അടിക്കും. എന്നിട്ട് ഈ കുടിച്ച് കഴിയുമ്പോൾ ഈ ചേട്ടൻ വരുമല്ലോ, പിന്നെ അവിടെ ഇരിക്കണം അവരെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് വിടാൻ തുടങ്ങും. ഓരോ സാധനം തീരുമ്പോൾ അടുക്കളയ്ക്കകത്തുനിന്ന് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങും. അങ്ങനെ ഇതൊക്കെ കണ്ടാണ് അമ്മാവി ഓരോന്ന് പറയുന്നത്. ഓരോന്നോരോന്നായി പറഞ്ഞ് ഉപദ്രവിക്കാൻ തുടങ്ങും. നിന്നെ ആർക്ക് വേണം, നീ ഇറങ്ങിപ്പോ, നിനക്ക് എയ്ഡ്സ് രോഗമാണ്, പാണ്ട് രോഗമാണ്, ഇങ്ങനെയൊക്കെ ആക്ഷേപിക്കാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടാ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബന്ധം തീർത്ത് എനിക്ക് തന്നതല്ല ഇഞ്ഞത്താ, ഞാൻ പിള്ളേരെയും കൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം.